കണ്ണൂരിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന KC നമ്പർ പ്രദേശവാസികൾക്ക് നൽകാനുള്ള കോർപ്പറേഷൻ തീരുമാനം വിവാദത്തിൽ. തീരുമാനം അംഗീകരിക്കില്ലെന്ന് സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വ്യക്തമാക്കി. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കോർപ്പറേഷന് അധികാരമില്ലെന്ന് സെക്രട്ടറി N. ലക്ഷ്മണൻ പറഞ്ഞു. തീരുമാനവുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. കണ്ണൂരിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന നമ്പറുകൾ കോർപ്പറേഷൻ പരിധിയിൽ താമസക്കാരായ ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകാൻ കണ്ണൂർ കോർപ്പറേഷനാണ് തീരുമാനിച്ചത്. മേയർ മുസ്ലിം മഠത്തിൽ മുൻകൈയെടുത്താണ് തീരുമാനം. കോർപ്പറേഷൻ പരിധിയിൽ താമസക്കാരായ ഓട്ടോ ഡ്രൈവർമാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനമെന്ന് മേയർ കണ്ണൂർ വിഷ്ണുവോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഓട്ടോ തൊഴിലാളി സംഘടനകൾ രംഗത്തു വന്നത്. തീരുമാനം അംഗീകരിക്കില്ലെന്നും ടൗൺ പെർമിറ്റ് നൽകാൻ കോർപ്പറേഷന് അധികാരമില്ലെന്നും അത് മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിന് എതിരാണെന്നും SATU HMS കണ്ണൂർ ജില്ലാ സെക്രട്ടറി N. ലക്ഷ്മണൻ പറഞ്ഞു. നിയമപരമായിട്ടുള്ള തീരുമാനമാണെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാൻ വിഷമമില്ല. പക്ഷേ അതിൽ നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. 2015 ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഓട്ടോറിക്ഷ ഉടമകളുടെ സ്ഥലങ്ങൾ ഇവിടെയുള്ള കൗൺസിലർമാർ, ആ കൗൺസിലർമാരാണ് ആ സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ള മുമ്പത്തെ ഒരു തീരുമാനം, അതും ഈ കോർപ്പറേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെയാണ് അന്ന് എടുത്തത്. ആ തീരുമാനം ശരിയല്ല, അതൊന്നും നിയമപരമല്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ കോടതി അത് റദ്ദാക്കിയതാണ്. ആ കോടതി ഉത്തരവ് നിലനിൽക്കെ വീണ്ടും കൗൺസിലറുടെ ലെറ്റർ വേണം എന്ന് പറയുന്നത് കോടതി അലക്ഷ്യമാണ് എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായി പെർമിറ്റ് നൽകാൻ മോട്ടോർ വാഹന നിയമത്തിൽ വകുപ്പില്ല. ഇത് നേരത്തെ കോടതിയും RTOയും വ്യക്തമാക്കിയതാണെന്നും N. ലക്ഷ്മണൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രദേശത്തിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട് പെർമിറ്റ് നൽകുന്നത് മോട്ടോർ വാഹന നിയമത്തിൽ ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് കോടതിയും പറഞ്ഞിട്ടുണ്ട്. RTOന് നൽകിയിട്ടുള്ള അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് RTOയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്തുള്ളവർക്ക് മാത്രമായിട്ട് പെർമിറ്റ് അനുവദിക്കുന്നത് നിയമപരമല്ല. പക്ഷേ ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി സമിതി പറയുന്നത് ഇങ്ങനെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുള്ളവർക്ക് പരിഗണന, ആ പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് കൊടുക്കും. അത് കോടതി ഉത്തരവിന് വിരുദ്ധമാണ്. കോർപ്പറേഷൻ പെർമിറ്റ് നൽകുന്നത് നിയമപരമല്ല. ഇതിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തീരുമാനമായി കോർപ്പറേഷൻ മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കും. അതായത് ഇത് നിയമപരമല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നിശ്ചയമായിട്ടും ഈ കോടതി അലക്ഷ്യത്തിൽ നമ്മുടെ ഹൈക്കോടതിയിൽ പോകും. അതിന് നമ്മളിപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമവിധേയമായിട്ട് ഇവർക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. കോർപ്പറേഷനായാലും ശരി, ട്രാഫിക് റെഗുലേറ്ററി സമിതിക്കായാലും നിയമവിരുദ്ധമായാൽ അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ട്രേഡ് യൂണിയനുകൾക്കുള്ളത്. അതൊരു വ്യക്തിക്കും ചോദ്യം ചെയ്യാം, ട്രേഡ് യൂണിയനുകൾക്ക് മാത്രമല്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സർക്കാർ ചെയ്താൽ സർക്കാരിനെ ചോദ്യം ചെയ്തുകൂടെ? സർക്കാരിനെതിരായിട്ട് നമുക്ക് കോടതിയിൽ പോയിക്കൂടെ? അങ്ങനെ എത്ര കേസുകളുണ്ട്? അതുകൊണ്ട് ഇവരെടുക്കുന്ന തീരുമാനമൊക്കെ അപ്പടി നമ്മൾ കണ്ണും പൂട്ടി അനുസരിക്കുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ തുടർന്നുകൂടാ. ടൗൺ പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നത് സംഘടനകൾ നേരത്തെ തടഞ്ഞിരുന്നു. ഇത് വലിയ സംഘർഷങ്ങൾക്കും ഇടയാക്കി. ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോർപ്പറേഷൻ പരിധിയിൽ താമസക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാത്ത നമ്പർ നൽകാൻ തീരുമാനിച്ചതെന്നാണ് കോർപ്പറേഷന്റെ വാദം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.